സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ട്രിപ്പിൾ സ്വർണം നേടിയ മലപ്പുറത്തിൻ്റെ ആദിത്യ അജിയാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. ആദിത്യ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. എല്ലാവരും ആദിത്യയുടെ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു വിഷമത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങട്ടെ. നിങ്ങൾക്കൊരു ട്രാക്കില്ല സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. മലപ്പുറത്തുള്ള ആദിത്യയും സംഘവും പാലക്കാട് പോയി പരിശീലിച്ച് വരേണ്ട ഒരു അവസ്ഥ വരുന്നു. പക്ഷേ ആ അവസ്ഥയിൽ പോലും ട്രിപ്പിൾ അടിക്കുന്നു. എത്രമാത്രമുണ്ട് സന്തോഷം? വളരെ സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ ഞങ്ങൾ തീരെ ഞങ്ങൾക്ക് സിന്തറ്റിക് ട്രാക്കും നല്ല ജിംനേഷ്യം ഒന്നും ഇല്ല. ഞങ്ങൾക്ക് ട്രാക്കിനായിട്ട് ഞങ്ങൾ സിന്തറ്റിക് ട്രാക്കിന് വർക്കൗട്ട് ചെയ്യാൻ ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പാലക്കാടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആഴ്ച 2 ദിവസം ഞങ്ങൾക്ക് അവിടെ പോയി വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെതായ വർക്കൗട്ടിന് ചില മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ ഞങ്ങൾക്കൊരു 10 ഹഡിൽസ് ഒന്നും ഞങ്ങളുടെ സ്കൂളിലില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങൾ വരുന്ന ഇത്രയും പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷം. എന്നെപ്പോലെ തന്നെ വേറെ കുറേ കായിക താരങ്ങളും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഫസലുൽ ഹക്ക് റെക്കോർഡ് കിട്ടി. അതുപോലെ തന്നെ 200-ഉം ഹഡിൽസും ഒക്കെ അബൈ അങ്ങനെയുള്ളവരൊക്കെ ഫസ്റ്റ് വരികയായിരുന്നു. ഞങ്ങൾക്ക് ഇനിയും ഇതിൽ കൂടുതൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇതേപോലെ നാഷണൽ സഹിതം മെഡൽ അടിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരും അധികാരികളും ഉറപ്പായിട്ടും ഇത് കേൾക്കണം. അത്രമാത്രം കോൺഫിഡൻസോടെയാണ് ആദിത്യ ഉൾപ്പെടെയുള്ള മലപ്പുറത്തെ കായിക താരങ്ങൾ പറയുന്നത്. അവർക്ക് കൃത്യമായ സൗകര്യം വേണമെന്നുള്ളത്. ഇനി നമുക്ക് സന്തോഷത്തിലേക്ക് വരാം. ട്രിപ്പിൾ സ്വർണ്ണമാണ് നേടിയിരിക്കുന്നത്. 3 ഗോൾഡ് ഹഡിലാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രിയപ്പെട്ട ഐറ്റം തോന്നുന്നു. 3 ഗോൾഡ് വരുമെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പ്രതീക്ഷ വന്നത് തന്നെയാണ്. ഞാൻ 3 വർഷമായിട്ട് ഞാൻ ഇൻഡിവിജ്വൽ പ്രതീക്ഷ വരുന്ന ഒരു ഇത് തന്നെയാണ്. അതൊക്കെ എനിക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ ചെറിയൊരു പ്രശ്നം കൊണ്ട് അത് പോവുകയും ചെറിയ മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലൊക്കെ അതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ലാസ്റ്റ് സ്കൂൾസാണ് അത് 3 ഫസ്റ്റ് വരുമെന്ന പ്രതീക്ഷ തന്നെയാണ്. ഉറപ്പിച്ചതിനെ വരുത്തണം എന്നുള്ള ഒരു ഉറപ്പോട് കൂടി തന്നെയാണ് ഞാൻ വന്നത്. അത് സാധിക്കുകയും ചെയ്തു. അതിൽ ഒരുപാട് സന്തോഷം. പരിശീലനം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മലപ്പുറം നവമുകുന്ദ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. നവമുകുന്ദ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആദിത്യ അജി എന്ന് പറയുന്നത് ഒരു നിർണായക അത്ലറ്റാണ്. ഞങ്ങളുടെ 2ാമത്തെ റീ ഓപ്പണിങ്ങിൽ വളരെ നന്നായി ഉയർന്നു വന്നൊരു അത്ലറ്റാണ്. അപ്പോൾ ഇത് ആദിത്യ അജിയുടെ അവസാന സ്കൂൾ കായികമേളയാണ്. ഇവിടെ ഒരു 3 സ്വർണ്ണത്തോട് കൂടിയിട്ടാണ് ആദിത്യ അജി ഈ കളം വിട്ടു പോകുന്നത്. അപ്പോൾ 3 റെക്കോർഡിനടുത്ത്, അത് റെക്കോർഡ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും 3 സ്വർണ്ണം നേടിയിരിക്കുന്നതും നിങ്ങൾ റിസൾട്ട് എടുത്ത് പരിശോധിച്ചാൽ അറിയാം. 3 റെക്കോർഡിനടുത്ത് എന്നാണ് മിക്സായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു സങ്കടമായിട്ടൊന്നുള്ള കാര്യമല്ല. പക്ഷേ നമ്മുടെ അവളുടെ ഈവൻ്റൊക്കെ നല്ല മെച്ചപ്പെട്ട രീതിയിലേക്ക് അവൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഇവിടെ സ്പോർട്സ് സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ ജീവിരാജനെ പോലത്തെ സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട്. നല്ല സിന്തറ്റിക് ട്രാക്കുള്ള സ്കൂളുകൾ പങ്കെടുക്കും. ഞങ്ങൾക്ക് അവൾ അവകാശപ്പെട്ട പോലെ ഒരു സിന്തറ്റിക് ട്രാക്ക് പോലും ഞങ്ങൾക്ക് നിലവിലില്ല. ഞങ്ങൾ അവിടുന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് പാലക്കാട് ജില്ലയിലെ, മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ ചാത്തന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഞങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. ആദ്യത്തിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 ജൂനിയർ മീറ്റിൽ ജൂനിയർ ലെവലിലെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു തോന്നുന്നു. സീനിയർ ലെവലിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ തന്നെയാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ തന്നെയാണ്. സീനിയർ ഫസ്റ്റ് കാറ്റഗറിയിലും ഞാൻ ഇൻഡിവിജ്വൽ പ്രതീക്ഷ തന്നെയാണ് വന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസം കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു. അത് പക്ഷേ ഞാൻ ലാസ്റ്റ് സീനിയറിൽ അത് തിരിച്ചെടുക്കുകയും ചെയ്തു. ആദിത്യയുടെ പിതാവ് കൂടി ചേരുന്നുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ പറയുന്ന രക്ഷിതാക്കൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയാണോ ആദിത്യയോട് പറയാറ്? ഞാൻ പഠിക്കാൻ പറയും. കാരണം സ്പോർട്സ് കൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കുട്ടി പഠിക്കുക, അതിനോടൊപ്പം തന്നെ സ്പോർട്സ് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഏതൊരു കുട്ടിയെക്കാട്ടിലും മുകളിലേക്ക് മികച്ച ഒരു രീതിയിലേക്ക് എത്രയും പെട്ടെന്ന് അവർക്കൊരു നല്ല ജോലി എന്ന ലെവലിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമുക്കറിയാം ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് കുട്ടികൾ നമ്മൾ ഒരുപാട് വാർത്തകൾ വായിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം മാറി ഒരു രീതിയിലേക്ക് വേണം സ്പോർട്സുകാരെ സംബന്ധിച്ച് അവരെ നമ്മൾ പ്രത്യേകിച്ചൊരു ഡിസിപ്ലിൻ അവരെ പഠിപ്പിക്കേണ്ട. അവരിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവും. അത് വർക്കൗട്ട് ഭാഗമായിട്ടും കോച്ചസ് പറഞ്ഞു കൊടുക്കുന്ന കുറേ ട്രെയിനിങ്ങിൻ്റെ കുറച്ച് ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് അങ്ങനെ കുറച്ച് നല്ല ഗുണങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ പേരൻസോടും ഞാൻ പറയുന്നത് കുട്ടികളെ പഠിത്തത്തിനൊപ്പം സ്പോർട്സിലേക്കൂടെ കൊണ്ടുവരിക. അവരിലെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ മാക്സിമം നമ്മൾ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. എന്താണ് കഴിവ് അതിലേക്ക് കൊണ്ടുവരിക. പഠിത്തം വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. പഠിത്തമാണ് എല്ലാത്തിനും ചവിട്ടുപടിയെന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ അവരുടെ കഴിവുകളെ കണ്ടറിഞ്ഞ് എല്ലാ പേരൻസ് ആ രീതിയിൽ ഇറങ്ങുക. എന്തായാലും എൻ്റെ മോൾക്ക് ഈ 3 ഗോൾഡ് കിട്ടിയത് വളരെ സന്തോഷം. അവസാന വർഷമാണ് 3 ഗോൾഡായിട്ട് ഗ്രൗണ്ട് വിട്ട് ഇറങ്ങുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ഇനി അടുത്ത വർഷം സ്കൂൾ കായികമേളയിൽ ആദ്യത്തേക്കൊപ്പം ഞങ്ങളില്ലെങ്കിലും ഞങ്ങളുടെ മകനെ ഈ വർഷം ഞങ്ങൾ സ്പോർട്സിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ മുന്നോട്ട് അവനെ ഇത്തരത്തിൽ എത്താതിരിക്കാൻ 2ാമത്തെ പ്രശ്നം. എന്തായാലും ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ട് വിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മോനെ ഇപ്രാവശ്യം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ട്രാക്കിൽ തന്നെ ഞങ്ങളുണ്ടാവും എന്തായാലും. അവസാനമായിട്ട് ഈ 3 ഗോൾഡ് ആർക്കാണ് സമർപ്പിക്കുന്നത്? ഇവിടെ നിൽക്കുന്ന എൻ്റെ കോച്ചസിനും എൻ്റെ അച്ഛനും പേരൻസിനും തന്നെയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം അവർ കാരണമാണ് എനിക്കിത് കിട്ടിയത്. അവരില്ലാതെ എനിക്കിത് ഒരിക്കലും ലഭിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസിനും കോച്ചസിനും തന്നെയാണ് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്ന് ജില്ലയുടെ അഭിമാനമായി, നാളെ കേരളത്തിൻ്റെയും പിന്നീട് ഇന്ത്യയുടെ അഭിമാനമായിട്ട് എല്ലാ ആശംസകളും ആദിത്യ. വീഡിയോ ജേർണലിസ്റ്റ് സൂരജിനൊപ്പം റിപ്പോർട്ടർ ജയേഷ് പൂക്കോട്ടൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.